കൂലിയെയും ഹൃദയപൂർവ്വത്തെയും പിന്നിലാക്കി ഡി.എസ്. റൈ. ആദ്യവാരം കേരളത്തിൽ ഏറ്റവും കളക്ഷൻ നേടിയ 10 സിനിമകൾ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഇതൊരു പുതിയ ചാനലായതുകൊണ്ട് ഒരു 1000 സബ്സ്ക്രൈബർ ആകാൻ വേണ്ടിയിട്ടാണ്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ നായകനായ ഡി.എസ്. റൈ ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടി. ഹൊറർ ജോണർ സിനിമകൾക്ക് മലയാളത്തിൽ ഒരു പുതിയ മുഖം നൽകിയ സംവിധായകനാണ് രാഹുൽ സദാശിവൻ. ഭൂതകാലം, ഭ്രമയുഗം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെതായി പുറത്തുവന്ന ചിത്രത്തിൽ പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയിരുന്നു. ഡി.എസ്. റൈയുടെ യു.എസ്.ബി സമീപകാലത്ത് അധികമാവാത്ത പ്രീ റിലീസ് പ്രൊമോഷൻ ഏറ്റവും സൂക്ഷ്മമായി ചെയ്യപ്പെട്ട ചിത്രം കൂടിയാണ് ഇത്. മലയാളത്തിൽ ആദ്യമായി റിലീസ് തലേന്ന് ഒരു ചിത്രത്തിന്റെ പെയ്ഡ് പ്രീമിയറുകൾ നടത്തുന്നതും ഈ ചിത്രത്തിനാലാണ്. പ്രീമിയറുകളിലും റിലീസ് ദിനത്തിലെ ആദ്യ ഷോകളിലും മികച്ച അഭിപ്രായം ലഭിച്ചതോടെ ബോക്സ് ഓഫീസിലും ചിത്രം കുതിപ്പ് തുടങ്ങി. 6 ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി ക്ലബ്ബിൽ കയറിയിരുന്നു ചിത്രം. കേരളത്തിലും മികച്ച ബോക്സ് ഓഫീസ് നേട്ടമാണ് ചിത്രം സ്വന്തമാക്കിയത്. ഒക്ടോബർ 31 തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് ഇത്. ട്രാക്കർമാരുടെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ നിന്ന് ആദ്യവാരം ചിത്രം നേടിയത് 24.40 ലക്ഷം കോടിയാണ്. ഈ വർഷം കേരള ബോക്സ് ഓഫീസിൽ വിവിധ ഭാഷകളിൽ നേടിയ ആദ്യവാര കളക്ഷൻ നോക്കിയാൽ 5ാം സ്ഥാനത്താണ് ഡി.എസ്. റൈ. കൂലി, ആലപ്പുഴ ജിങ്കാന, ഹൃദയപൂർവ്വം, രേഖാചിത്രം, ഓഫീസർ ഓൺ ഡ്യൂട്ടി തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഡി.എസ്. റൈ ലിസ്റ്റിൽ പിന്നിലാക്കിയിട്ടുണ്ട്. എമ്പുരാൻ ആണ് ലിസ്റ്റിൽ ഒന്നാമത്. 67.17 കോടിയാണ് ചിത്രം കേരളത്തിൽ നിന്ന് ആദ്യവാരം നേടിയത്. മോഹൻലാലിന്റെ തന്നെ തുടരും ആണ് 2ാം സ്ഥാനത്ത്. 64.75 കോടിയാണ് തരുൺ മൂർത്തി ചിത്രം ആദ്യവാരം കേരളത്തിൽ നിന്ന് നേടിയത്. സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലോക ചാപ്റ്റർ 1 ചന്ദ്രയാണ് മൂന്നാമത്. 32.46 കോടി ലോകയുടെ നേട്ടം. കാന്താര ചാപ്റ്റർ 1 ആണ് ലിസ്റ്റിൽ 4ാമത്. 31.26 കോടിയാണ് കേരളത്തിലെ ആദ്യവാര കളക്ഷൻ. 6ാം സ്ഥാനത്തുള്ള കൂലി 22.96 കോടി രൂപയും 7ാം സ്ഥാനത്തുള്ള ആലപ്പുഴ ജിംഖാന 20.77 കോടിയും 8ാമതുള്ള ഹൃദയപൂർവ്വം 17.18 കോടിയും 9ാം സ്ഥാനത്തുള്ള രേഖാചിത്രം 15.65 കോടിയും 10ാമതുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി 14.50 കോടിയുമാണ് റിലീസിന് ശേഷമുള്ള ആദ്യവാരം കേരളത്തിൽ നിന്ന് നേടിയത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ദയവ് ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.